ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമുക്ക് ഒരല്പസമയം ധ്യാനിക്കുവാനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ലൂക്കോസ് 22 42 മുതൽ 44 വരെ. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു വലിയ വേദനയുടെ പീഡയുടെ നടുവിലാണ്. വലിയ ആന്തരികമായ സംഘർഷത്തിൻ്റെ അവസ്ഥയിലാണ്. ദി ആഗണി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദി ആഗണി ഓഫ് ജീസസ് ഇൻ ഗെത്സമേൻസ് ഗാർഡൻ, ദി ആഗണി ഓഫ് ജീസസ്. അത് പറഞ്ഞു തീരാത്ത, പറയാനാകാത്ത, വിവരിക്കാനാകാത്ത വേദനയാണ് ആഗണി, കഠിനമായ വേദന. എന്താണ് അതിൻ്റെ സാഹചര്യമെന്ന് നമുക്കറിയാം. കർത്താവ് ശിഷ്യന്മാരെ കൂട്ടി ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു. ഗെത്സമേനയിൽ എത്തി. അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പിൻ. ഈ സ്ഥലത്ത് കർത്താവിന് മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കണം. ആ സമയത്ത് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞു. താൻ അവരെ വിട്ടൊരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഫാദർ, ഇഫ് യു ആർ വില്ലിങ്, പ്ലീസ് ടേക്ക് അവേ ദിസ് കപ്പ് ഓഫ് ഹൊറർ ഫ്രം മീ. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമേ. ഫാദർ, ഇഫ് യു ആർ വില്ലിങ്, പ്ലീസ് ടേക്ക് അവേ ദിസ് കപ്പ് ഓഫ് ഹൊറർ ഫ്രം മീ. ഈ ഭീകരമായ ഈ വേദനയുടെ അവസ്ഥ, കഠിനമായ ഈ യാതനയുടെ അവസ്ഥ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നിൽ നിന്നൊന്ന് നീക്കിത്തരാമോ കർത്താവേ, പിതാവേ. തൊട്ടടുത്ത് തന്നെ കർത്താവ് അടുത്ത വാക്ക് പറയുന്നത് എന്താണ്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചു. ബട്ട് ഐ വാണ്ട് യുവർ വിൽ, നോട്ട് മൈൻ. ഐ വാണ്ട് യുവർ വിൽ, നോട്ട് മൈൻ. ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളുടെ മുമ്പാകെ എൻ്റെ കർത്താവിൻ്റെ നാവിൽ നിന്ന് ഉയർന്നു വന്നതായ വേദനയുടെ ശബ്ദം വർണ്ണിക്കുവാൻ എനിക്ക് പ്രാപ്തിയില്ല. അത് പറയാനുള്ള യോഗ്യതയും എനിക്കില്ല. പക്ഷേ ഞാൻ ഈ ഭാഗം ധ്യാനിച്ച് വായിച്ചു. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് തന്നതായ ചില ചിന്തകൾ, അത് നിൻ്റെ തൃക്കരങ്ങളിലേക്ക്, ആണിപ്പാടുള്ള തൃക്കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവമേ, അതിൽ എൻ്റെ ചിന്തകളോ എൻ്റെ ബുദ്ധിയോ എൻ്റെ ധ്യാനമോ ഒന്നും വേണ്ട കർത്താവ്, ഒന്നും വരല്ലേ. നിൻ്റെ തിരക്തം കൊണ്ട് ആ വചനം എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് കർത്താവേ, നിൻ്റെ മക്കളുടെ ഹൃദയങ്ങളിൽ എഴുതി കൊടുക്കണമേ. നിസ്സാരനായ എന്നെ മാറ്റി നിർത്തണമേ കർത്താവേ. നിൻ്റെ തങ്കച്ചോരയിൽ അടിയനെ പൊതിഞ്ഞ് എൻ്റെ നാവിൽ തിരക്തം പുരട്ടി, എൻ്റെ ചുണ്ടിൽ തിരക്തം പുരട്ടി, എൻ്റെ നെറ്റിമേൽ തിരക്തം പുരട്ടി കർത്താവേ, നിൻ്റെ ഈ വചനം പ്രസ്താവിപ്പാൻ എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന് എൻ്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്ര. ആ ക്രൂശിലും ചുവട്ടിൽ എന്നെ തന്നെ സമർപ്പിച്ച് മുട്ടുമടക്കിക്കൊണ്ടാണ് ഞാൻ ഈ നിമിഷം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന. ദൈവത്തിന് സ്തോത്രം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ. ഏതാണ് ഈ പാനപാത്രം?
ഏതാണ് ഈ പാനപാത്രം? പ്രിയപ്പെട്ടവർ, കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 5:21 നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5:21. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖ എഴുതിയ 2-ാമത്തെ ലേഖനം 5:21 വാക്യം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി. ദൈവത്തിന് സ്തോത്രം. പാപമാക്കപ്പെട്ട മിശിഹ, ദൈവത്തിന് സ്തോത്രം. തന്നെ പാപമാക്കാൻ പോകുന്നു. അതുവഴി തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആത്മാവിൻ്റെ ആ വേദന, പിതാവിൻ്റെ മുഖം പാപത്തിലേക്ക് നോക്കുമ്പോൾ അത് മറഞ്ഞു പോകുമെന്ന് കർത്താവിനറിയാം. പിതാവ് മുഖം മറയ്ക്കുമെന്ന് കർത്താവിനറിയാം. കർത്താവ് അതുകൊണ്ട് അത് തന്നെ ഉള്ളിൽ ആ ബോധ്യത്തോടു കൂടിയാണ് പറയുന്നത്, ദൈവമേ, പിതാവേ, നിൻ്റെ മുഖം മറഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെ നിൽക്കും? ദൈവത്തിന് സ്തോത്രം. പിതാവേ, നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ മുഖം മറഞ്ഞാൽ നാം എങ്ങനെ ജീവിക്കും? പ്രിയപ്പെട്ടവർ, ഒരു നിമിഷം പോലും ദൈവമേ, നിൻ്റെ തിരുമുഖം എന്നിൽ നിന്നും മാറിപ്പോകരുത്, തിരുമുഖം എന്നിൽ നിന്നും മറക്കരുതേ കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ദാവീദ് പ്രാർത്ഥിച്ച, ദൈവമേ, എൻ്റെ പാപങ്ങളിൽ നിന്ന് നിൻ്റെ തിരുമുഖം മാറ്റണമേ, എൻ്റെ പാപങ്ങളിൽ തിരുമുഖം തിരിക്കണമേ. എന്നാൽ ദൈവമേ, നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ഹല്ലേലൂയ. ദൈവമേ, എൻ്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം മാറ്റണമേ, എന്നാൽ നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ദൈവത്തിന് സ്തോത്രം. എന്നെ തള്ളിക്കളയല്ലേ. എൻ്റെ മേൽ നിൻ്റെ ആ ദൃഷ്ടി, ദയാദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടിരിക്കണമേ. എപ്പോൾ നോക്കിയാൽ ആ തിരുമുഖം കാണുവാനുള്ള കൃപ ദൈവമേ എനിക്ക് തരണമേ. എൻ്റെ കണ്ണ് തുറന്നു തരണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു വഹിക്കുവാനുള്ളതായ പാനപാത്രം ഏതാണെന്ന്. യെശയ്യാപ്രവചനം 53-1 മുതൽ 7 വരെ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കേൾപ്പിച്ചത് ആര് വിശ്വസിച്ചിരിക്കുന്നു? ആർ വിശ്വസിക്കും? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നാം അവനെ ആദരിച്ചില്ല. കാരണം നമ്മുടെ അജ്ഞത കൊണ്ട് എന്തിനാണ് എൻ്റെ യേശു ഇതെല്ലാം സഹിച്ചതെന്ന് അറിയാത്തതുകൊണ്ട് നാം അവനെ ആദരിച്ചില്ല. ക്രൂശിതനായ എൻ്റെ യേശുവിനെ ഞാൻ ആദരിച്ചില്ല. നാമോ അവനെ ആദരിച്ചതുമല്ല. എന്നാൽ അവൻ എന്തിനാണ് ഇതെല്ലാം സഹിച്ചത്? എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നുവെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായ് തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയോ അവൻ വായ് തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. വീണ്ടും 11-12 വാക്യങ്ങൾ.
അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. അവൻ തൻ്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. നീതിമാനായ എൻ്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടെ ഓഹരി കൊടുക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും അകൃത്യമാണ് എൻ്റെ കർത്താവ് ചുവന്നത്. നമ്മുടെ രോഗങ്ങളെയാണ് അവൻ വഹിച്ചത്. നമ്മുടെ വേദനകളെയാണ് അവൻ ചുവന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റുമിരിക്കുന്ന എൻ്റെ യേശു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ അവസ്ഥ, മനുഷ്യൻ്റെ ഈ പാവാവസ്ഥ, ഞാൻ മഹാഭാവി ആയതുകൊണ്ട്, പാപം എൻ്റെ മേൽ വാഴുന്നത് കൊണ്ട്, ഞാനൊരു പാപി ആയതുകൊണ്ട് എന്നെ രക്ഷിപ്പാൻ എൻ്റെ ദൈവത്തിന് വേറൊരു പോംവഴിയും കണ്ടില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ തകർത്ത് കളയുവാൻ പിതാവാൻ ദൈവത്തിന് മനസ്സ് വന്നു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഇതെല്ലാം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകളിലെല്ലാം പങ്കെടുക്കുമ്പോഴും എല്ലാം നാം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, കഷ്ടാനുഭവങ്ങളിൽ നാം ധ്യാനിക്കുമ്പോൾ നാം ഓർക്കണം, എൻ്റെ ദൈവമേ, ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹൃദയം തകർന്ന് പൊട്ടിക്കരയുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവമേ, ഞാനാണ് നിന്നെ ക്രൂസിലേക്ക് വിട്ടത്, ഞാനാണ് നിന്നെ അടിച്ചത്, ഞാനാണ് നിൻ്റെ മേൽ ചാട്ടവാർ കൊണ്ട് അടിച്ചത്, ഞാനാണ് ആ കുന്തം കൊണ്ട് കുത്തിയത്. കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ പാവമാണല്ലോ കാരണം. തകർന്നും നുറുങ്ങിയുമുള്ള ഒരു ഹൃദയത്തോടെ ക്രൂശിൻ ചുവട്ടിലിരിക്കുവാൻ ദൈവം, പ്രിയപ്പെട്ടവരെ, നമുക്ക് അവസരങ്ങൾ തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടേതായ സകല ചിന്താഗതികളും സ്വന്തം അഭിപ്രായങ്ങളും നമ്മുടെ സ്വന്തം ശരികളും, എൻ്റെ ദൈവമേ, എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ അഹങ്കാരങ്ങളും എൻ്റെ മനോഭാവങ്ങളും, ഞാനെന്തോ മഹാനാണെന്നുള്ള ചിന്താഗതികളും ലോകത്തിൽ ഉന്നതനാണെന്നുള്ള എൻ്റെ ആഗ്രഹങ്ങളും എല്ലാം പ്രിയപ്പെട്ടവരെ ക്രൂശിൻ ചുവട്ടിലേക്ക് വെച്ചിട്ട് നെടുമ്പാട് വീട് തകർന്ന് കരയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? പ്രിയരെ, എൻ്റെ ദൈവത്തിൻ്റെ ഹൃദയം സന്തോഷിക്കുവാൻ വേറൊരു വഴിയുമില്ല. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവിൻ്റെ തൻ്റെ പിതാവിൻ്റെ സ്വന്തം പുത്രൻ ആ യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തകർത്ത് കളയുവാൻ പിതാവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. പക്ഷേ ഈ പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകൾ, ഈ അശുദ്ധി, കർത്താവേ, ഈ ചീഞ്ഞു നാറുന്നതായ പാപത്തിൻ്റെ കെട്ടുകൾ, ദൈവമേ, എൻ്റെ പിതാവേ, ഞാൻ എങ്ങനെ വഹിക്കും? കാരണം ഇത് ഞാൻ വഹിച്ചിരിക്കുമ്പോൾ നിൻ്റെ മുഖം മറയുമല്ലോ, നിനക്കെന്നെ നേരെ നോക്കാൻ കഴിയാതിരിക്കുമല്ലോ. പിതാവേ, നിൻ്റെ ദൃഷ്ടി മറഞ്ഞു പോകുമല്ലോ പാപത്തെ നോക്കുവാൻ. എൻ്റെ ദൈവമേ, അതിപരിശുദ്ധനായ ദൈവമേ, നിനക്ക് സാധ്യമല്ലല്ലോ. സ്വർഗീയ മാലാഖമാർ ആർത്തുപാടി സ്തുതിക്കുന്നവനെ, യഹോവയായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് 6 ചെറുകളുള്ള ശ്രോപ്പയന്മാർ ആർത്തുപാടി സ്തുതിക്കുന്ന ദൈവമേ, നിനക്ക് പാപത്തിലേക്ക് നോക്കുവാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ദൈവമേ, നിൻ്റെ മുഖം എൻ്റെ നേരെ മറയല്ലേ പിതാവേ. അതുകൊണ്ട് അതെനിക്ക് സഹിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. നിനക്ക് കഴിയുമെങ്കിൽ ദൈവമേ, ഇഫ് യു ആർ വില്ലിങ്, ദൈവമേ, ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ. കർത്താവേ, ഈ കഠിന യാതന, എന്താണ് യാതന? പാപം വഹിക്കുന്നതിൻ്റെ യാതനയാണ്. ശരീരത്തിലേറ്റ മുറിവല്ല, ശരീരത്തിലേറ്റ ആണിപ്പാടല്ല, എൻ്റെ കർത്താവിനെ തുപ്പിയതല്ല, ജനത്തിൻ്റെ പരിഹാസമല്ല. എൻ്റെ ദൈവമേ, കർത്താവിൻ്റെ വേദന എന്ന് പറയുന്നത് ഈ പാപത്തിൻ്റെ വൃത്തികെട്ടതായ ഭാണ്ഡക്കെട്ടുകൾ വഹിക്കുന്നതിലുള്ള അവൻ്റെ വേദനയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ ദൈവമേ, ഇതെനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപത്തോട് അറപ്പും വെറുപ്പും വരുന്നത് ദൈവമക്കളുടെ അത്യാവശ്യമായ ക്വാളിഫിക്കേഷനാണ്. പാപത്തോട് അറപ്പ് വരണം, വെറുപ്പ് വരണം. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കേൾക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ്, സന്തോഷമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, എൻ്റെ അവസ്ഥ എന്തെന്ന് നാം തിരിഞ്ഞു നോക്കണം. എൻ്റെ ആന്തരികമായ അവസ്ഥ, എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ, എൻ്റെ ദൈവമേ, ചീഞ്ഞു നാറിയ ഈ അവസ്ഥ, എൻ്റെ കർത്താവേ, ഒരു വാക്ക് പോലും നല്ലത് വരികയില്ലല്ലോ, ഒരു ചിന്ത പോലും നല്ലത് വരികയില്ലല്ലോ. ദൈവമേ, മറ്റുള്ളവനെ കുറ്റപ്പെടുത്തുകയും മറ്റുള്ളവനെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നതായ വാക്കുകൾ പറയാനും എപ്പോഴും പ്രേരണ വരുന്നല്ലോ. എൻ്റെ കർത്താവെ, അശുദ്ധി കാണാനും അശുദ്ധി ചിന്തിക്കാനുമുള്ള പ്രേരണ വരുന്നല്ലോ. എൻ്റെ ദൈവമേ, കോപത്തിൻ്റെ ദുഷ്പ്രേരണകൾ, കൊലപാതകത്തിന് തുല്യമായ കോപമെന്ന്
എന്ന് പറയുന്നതായ ആ പൈശാചികമായ സ്വഭാവത്തിൻ്റെ പ്രേരണകൾ എനിക്ക് വരുന്നല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ ചീഞ്ഞ് നാറിയിരിക്കുന്നു കർത്താവേ, ഞാൻ ചീഞ്ഞളിഞ്ഞിരിക്കുന്നു. ഐ ആം റോട്ടൺ ത്രൂ ആൻഡ് ത്രൂ. എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, ഈ എൻ്റെ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിപ്പാനാണല്ലോ നീ ക്രൂസിൽ നിൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കർത്താവിൻ്റെ പ്രാർത്ഥന, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് ഈ പ്രാർത്ഥന, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുവാൻ നമുക്ക് പ്രാഗൽഭ്യമുണ്ടോ? ദൈവമേ, നിൻ്റെ ഇഷ്ടം നടക്കണമെന്ന് പറയാനുള്ള ആ പ്രാഗൽഭ്യം, പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടോ? ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് കരയുന്നത് നമുക്ക് കാണാം. ഏകദേശം 9-ാം മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. ഏലി ഏലി ലമ്മാ ശബക്താനി എന്ന ആ പദങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് ക്രൂശിൽ കടന്ന് കരയുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. മൈ ഗോഡ്, വൈ ഹാവ് യു ഫോർസേക്കൺ മീ, വൈ ഹാവ് യു ഫോർസേക്കൺ മീ. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, നീ എന്നെ കൈവിട്ടത് എൻ്റെ ദൈവമേ, ദൈവമേ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ പിതാവേ എന്നല്ല വിളിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്താണെന്നാണ്. കാരണം ഈ പാപമാണ് ഞാൻ വഹിച്ചിരിക്കുന്നത്. ഈ സർവ്വമാന ലോകത്തിൻ്റെ മനുഷ്യരുടെയും പാപങ്ങളാണ് വഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ മുഖം മറഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ആ പിതാവിൽ നിന്നുള്ള സംസർഗം, പിതാവിൽ നിന്നുള്ള സ്നേഹവായ്പോടെയുള്ള ആ ദയാദൃഷ്ടി, ഓ എൻ്റെ പിതാവിൻ്റെ ദൃഷ്ടി മറഞ്ഞു പോയല്ലോ എന്നിൽ നിന്ന്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു ഉദാഹരണം ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു കുഞ്ഞ്, ഒരു പിഞ്ചുബാലൻ, 4-5 വയസ്സ് കാണും. അവന് അതികഠിനമായ രോഗം പിടിച്ചു. അവന് അതികഠിനമായൊരു രോഗബാധ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞിനെ വൈദ്യനെ കാണിച്ചു, ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടറെല്ലാം പരിശോധിച്ചു, നല്ല 2-3 മരുന്നുകൾ കുറിച്ചു. ആ മരുന്ന് കുഞ്ഞിന് കൊടുക്കുവാനായിട്ട് നിർദ്ദേശിച്ച് പറഞ്ഞു വിട്ടു. എന്നാൽ അതിൽ ആ കുഞ്ഞിനെ മരുന്ന് കൊടുത്തപ്പോൾ ഒരു മരുന്ന് ഏറെ കയ്പുള്ള മരുന്നാണ്, വളരെ കയ്പുള്ള മരുന്ന്. ആ മരുന്ന് കൊടുത്തപ്പോൾ തന്നെ ആ കുഞ്ഞ് അത് നിരസിച്ചു. കുഞ്ഞ് പിന്നെ അത് വാങ്ങുന്നില്ല. അത് ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഓക്കാനിക്കുന്നു. അതിന് പിന്നെ ആ മരുന്ന് കുടിക്കാൻ ഒരു മനസ്സുമില്ല. അത് എല്ലാ പരിശ്രമവും ചെയ്തു നോക്കി. അതിൻ്റെ കുഞ്ഞിൻ്റെ പിതാവും മാതാവും കൂടെ ഒത്തിരി ഫോഴ്സ് ചെലുത്തി, ഒത്തിരി നിർബന്ധിച്ച് കുഞ്ഞിനെ കുടിപ്പിച്ച് നോക്കി. പക്ഷേ കുഞ്ഞത് ഒരു കാരണവശാലും അത് ഇറക്കുന്നില്ല. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഇരുന്നപ്പോൾ പിതാവ് ആ കുഞ്ഞിനോട് ഒരു കാര്യം പറഞ്ഞു. മോനെ, നീ ഒരു കാര്യം, നമുക്കൊരു കാര്യം ചെയ്യാം. മോൻ്റെ മരുന്ന് നിൻ്റെ അപ്പ കുടിക്കാൻ പോവുകയാണ്. നിൻ്റെ ഈ കയ്പുള്ള മരുന്ന് അപ്പ കുടിക്കാൻ പോവുകയാണ്. അപ്പ ഇത് കുടിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ആ പിതാവ് ആ മോനിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരുന്നപ്പോൾ ആ പിതാവ് ആ കയ്പുള്ള മരുന്ന് ഒന്ന് കുടിച്ചു. ദൈവത്തിന് സ്തോത്രം. അല്പം ഒന്ന് കുടിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനോട് പറഞ്ഞു, ഇനി മോനൊന്ന് കുടിക്കാമോ, ഇനി മോൻ ഇതൊന്ന് കുടിക്കാമോ, മോനെ ഇത് അപ്പ കുടിച്ചല്ലോ, ഇനി മോനൊന്ന് കുടിച്ചു നോക്കി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പ കുടിച്ചത് മോനെ കുടിക്കാൻ മേലേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ആ സംഭവം ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് നമുക്കറിയാമോ? പ്രിയപ്പെട്ടവർ, നമുക്കെല്ലാവർക്കും വേണ്ടി രോഗം നമുക്കാണ്. പക്ഷേ കയ്പ് കുടിച്ചത് പിതാവായ ദൈവത്തിൻ്റെ അരുമനാഥനായ പുത്രൻ, അരുമകുമാരനായ പുത്രൻ. ഞാൻ രോഗിയായി, ഞാൻ പാപിയായതുകൊണ്ട് ഞാൻ രോഗിയായി, പാപരോഗം ബാധിച്ച് മരണാസന്നനായി കിടക്കുന്ന എന്നെ രക്ഷിപ്പാൻ വേണ്ടി എൻ്റെ ദൈവം, എൻ്റെ കർത്താവ് ഇതാ ആ കയ്പ് രുചി നോക്കി, ആ ഭീകരമായ കയ്പ് രുചി നോക്കി, ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് ആ കയ്പ് രുചി നോക്കി. അവൻ കഠിനമായ യാതന ഏറ്റു. അവൻ്റെ യാതന കൊണ്ട്, അവൻ്റെ കയ്പ്, പ്രിയപ്പെട്ടവരെ, നമുക്ക് മധുരം തരാനായിരുന്നു. നമ്മുടെ രോഗം മാറ്റി നമുക്ക് മധുരം തരാൻ, നമ്മുടെ നാവിൻ്റെ രോഗം മാറ്റി നമുക്ക് മധുരം തരാൻ, നാവിൻ്റെ അരുചി മാറ്റി മധുരം തരാൻ യേശു കയ്പ് നുണഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഈ ഒരു മനോഭാവം നമുക്ക് ഉണ്ടായേ തീരൂ പ്രിയപ്പെട്ടവർ. കാരണം നാം ഈ
കേൾക്കുന്നത് ഒരു നിസ്സാരമായ കാര്യമല്ല. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ ചങ്ക് പൊട്ടി ഒഴുകിയതായ ആ തങ്ക തിരുരക്തത്തിൽ ചാലിച്ചതായ ദൈവവചനം, ദൈവത്തിൻ്റെ സ്തോത്രം. ആ ചങ്ക് പൊട്ടി ഒഴുകിയതായ വേദനയുടെയും യാതനയുടെയും ത്യാഗത്തിൻ്റെയും ആ കണ്ണുനീരിൻ്റെയും ശബ്ദമാണ് നാം കേൾക്കുന്നത് പ്രിയപ്പെട്ടവർ. ആ തിരുരക്തമാണ് നമ്മോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഈ ഒരു രൂപാന്തരം നമ്മിൽ വന്നേ പറ്റൂ. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം താഴെ വയ്ക്കണം. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം താഴെ വയ്ക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ പുനനാമത്തിന് നന്ദിയോടെ സ്തോത്രം. പാട്ടുകാരനിങ്ങനെ പാടി: സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ പൂവിലാക്കണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ പൂവിലാക്കണേ. നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട കർത്താവേ. ദൈവമേ നിൻ്റെ ഇഷ്ടം എന്നിൽ നടക്കണേ കർത്താവേ. എൻ്റെ കർത്താവേ, നിനക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതികൾ എന്താണോ ആ പദ്ധതികളനുസരിച്ച് തന്നെ എൻ്റെ കരം പിടിച്ച് നീ നടത്തണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവർ. എൻ്റെ യേശുവേ, എൻ്റെ സ്വന്തം വഴിക്ക് വിടരുതേ. ദൈവമേ, അനേകം നിർണായകമായ തീരുമാനങ്ങൾ ഞാൻ എടുക്കേണ്ടതുണ്ടല്ലോ കർത്താവേ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അനേക ഭാരങ്ങളുണ്ടല്ലോ കർത്താവേ, അനേക കഷ്ടതകളുണ്ടല്ലോ കർത്താവേ. ഈ കഷ്ടതകളെ ഞാൻ എങ്ങനെ തരണം ചെയ്യേണ്ടു ദൈവമേ? എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടു ദൈവമേ? എൻ്റെ കുടുംബത്തിൻ്റെ അസമാധാനം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടു? ഞാൻ എങ്ങനെ ജീവിക്കണം കർത്താവേ? എൻ്റെ ദൈവമേ, എൻ്റെ സാമ്പത്തികമായ കഷ്ടതകൾ, എൻ്റെ കർത്താവേ, ഈ ദാരിദ്ര്യങ്ങളും കർത്താവേ ക്ഷാമവും എങ്ങനെ കൈകാര്യം ചെയ്യണം ദൈവമേ? നിനക്കിഷ്ടമുള്ള വഴിയിൽ കൂടെ മാത്രമേ പോകാൻ എനിക്ക് സാധിക്കുകയുള്ളൂ കർത്താവേ. നിൻ്റെ ഹിതം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ഓരോ നിമിഷവും പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പോകാതെ കർത്താവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, we should go never parallel to God's plans about you. You should not go പാരലൽ ടു ഗോഡ്സ് പ്ലാൻസ് അബൌട്ട് യു. ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട് പ്രിയപ്പെട്ടവരെ. ഓരോ കഷ്ടതയുടെയും പിറകിൽ, ഓരോ യാതനയുടെയും പിറകിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിനൊരു ഇഷ്ടമുണ്ട് മോനെ. നിന്നെക്കുറിച്ച് എൻ്റെ കർത്താവിനൊരു ഇഷ്ടമുണ്ട്, പിതാവിനൊരു ഇഷ്ടമുണ്ട്. നീ ആ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കണം. നിൻ്റെ ഇഷ്ടത്തിന് പോയാൽ പ്രിയപ്പെട്ടവരെ നീ നാശത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടല്ലോ. എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടക്കണം. യേശു എൻ്റെ കരങ്ങളിൽ പിടിക്കണം. എന്നെ കൈവിടല്ലേ കർത്താവേ. മരണനാഴികയിൽ പോലും എന്നെ വിട്ടുമാറല്ലേ. എൻ്റെ കൈകളിൽ നീ പിടിച്ചുകൊള്ളണമേ കർത്താവേ. എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നവരെയും കർത്താവേ നീ എൻ്റെ കരങ്ങളിൽ പിടിച്ച് വഴി നടത്തണമേ. നാം പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇങ്ങനെ ഒരു ആപ്തവാക്യം ഞാൻ കേട്ടിട്ടുണ്ട്. വിശ്വാസികൾ, ബിലീവേഴ്സ് ഹാവ് എ യോക്ക് ഫോർ ദെയർ നെക്സ്. ബിലീവേഴ്സ് ഹാവ് എ യോക്ക് ഫോർ ദെയർ നെക്സ് ആൻഡ് എ ക്രൗൺ ഫോർ ദെയർ ഹെഡ്സ്. യോക്ക് എന്ന് പറഞ്ഞാൽ നുകം. ബിലീവേഴ്സ് ഹാവ് എ യോക്ക് ഫോർ ദെയർ നെക്സ്. അവരുടെ കഴുത്തിൽ ഒരു നുകമുണ്ട്. ഒരു വിശ്വാസിക്ക് കഴുത്തിലൊരു നുകമുണ്ട്. അതേസമയം ദേ ഹാവ് എ ക്രൗൺ ഫോർ ദെയർ ഹെഡ്സ്. അവർ തലയ്ക്ക് ഒരു കിരീടവുമുണ്ട്. ഇന്ന് നുകം വഹിച്ചാൽ നാളെ കിരീടം കിട്ടും. ഇന്ന് നുകം വഹിക്കാൻ തയ്യാറാണെങ്കിൽ നാളെ കിരീടം കിട്ടും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, നാം ആരും ഈ നുകം തനിയെ വഹിക്കണമെന്ന് ദൈവം പറയുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പിതാക്കന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇമ്പമുള്ള നുകം. കുക്കവലിയാഴ്ചത്തെ ഒരു പ്രാർത്ഥന ഞാൻ വായിച്ചത്. ഇമ്പമുള്ള നുകം. നിൻ്റെ മരണത്താൽ മനുഷ്യവർഗത്തിൻ്റെ മരണത്തെ ചവിട്ടിക്കൊന്ന കർത്താവേ, മരണനുഖത്തെ തകർത്തവനായ കർത്താവേ, നിൻ്റെ ഇമ്പമുള്ള നുകം ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. നിൻ്റെ ക്രൂശ് മരണത്താൽ
മരണനുഖത്തെ തകർത്തവനായ കർത്താവേ, നിൻ്റെ ഇമ്പമുള്ള മുഖം ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. എന്തുകൊണ്ടാണ് ഇമ്പമുള്ള മുഖമായത്? എന്തുകൊണ്ടാണ് ഇമ്പമുള്ള മുഖമായത്? അധ്വാനിക്കുന്നവരും ഭാരം ചോക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവായ യേശു ക്രിസ്തു ആ മുഖത്തിൻ്റെ ഒരറ്റത്ത് അമിക്കപ്പെടുമ്പോൾ ആ മുഖം നമുക്ക് മധുരമുള്ള ഇമ്പമുള്ള മുഖമായി മാറും. കാരണം മോനെ, നിൻ്റെ ഭാരമൊന്നും നീ തന്നെ ചുമക്കണ്ട, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ദൈവത്തിന് സ്തോത്രം. നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആ മുഖം വഹിക്കാമെന്നാണ് പറയുന്നത്, ആ ഭാരം വഹിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല. പ്രിയപ്പെട്ടവരെ, നീതിമാനായോ ഈ നിമിഷം? പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പൊന്നുനാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ആ ക്രൂശൻ ചുവട്ടിലേക്ക് നമുക്ക് മുട്ടുമടക്കാം. നമുക്കെല്ലാവർക്കും ആ ക്രൂശൻ ചുവട്ടിൽ ഒരു നിമിഷം മുട്ടുമടക്കാം. പ്രിയപ്പെട്ടവർ, നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, നമ്മുടെ തലകളെ ഒന്ന് വണങ്ങാം. എൻ്റെ പ്രാണപ്രിയന് ഇതാ ക്രൂശിന്മേൽ, എൻ്റെ ദൈവമേ, എല്ലാവരും ത്യജിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും തിരക്തം ഒഴുകുന്നവനായി, രക്തം വാർന്നു കിടക്കുന്നവനായ കർത്താവായ യേശുവിൻ്റെ പൊന്നുപാദം ചുംബിച്ചുകൊണ്ട് നമ്മുടെ ആ തിരുമുഖത്തേക്ക് നോക്കാം. കർത്താവേ, നീ എനിക്ക് വേണ്ടി യാതനകളെല്ലാം ഏറ്റു, എനിക്ക് വേണ്ടി നീ മരിച്ചു, നിൻ്റെ ഇഷ്ടങ്ങളെല്ലാം താഴെ വെച്ചു. കർത്താവേ, ഈ നിമിഷം ഞാൻ ഒരു കാര്യം തീരുമാനിക്കും. ദൈവമേ, ഇനിമേൽ ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനല്ല. യേശുവേ, നിൻ്റെ ഇഷ്ടം തന്നെ എന്നെ നടക്കണമേ. കർത്താവേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ദേഹവും ആത്മാവും എൻ്റെ ഇഷ്ടങ്ങളും എല്ലാം കർത്താവേ, എൻ്റെ മനോഭാവങ്ങളും എല്ലാം എൻ്റെ ആളത്തെ മുഴുവനായ ക്രൂശൻ ചുവട്ടിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, ഐ ആം സറണ്ടറിങ് മൈ പേഴ്സണാലിറ്റി ഇൻ ടോട്ടോ. ദൈവത്തിന് സ്തോത്രം. മൈ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് ആൻഡ് മൈ വിൽ. കർത്താവേ, എല്ലാം ഞാൻ ക്രൂശൻ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ കൈക്കൊള്ളണമേ, തിരക്തം കൊണ്ട് എന്നെ കഴുകണമേ. യേശുവേ, ആണിപ്പാളുടെ കരയിപ്പോക്കോ താണിറങ്ങി വന്ന് എന്നെ കോരിയെടുക്കണമേ. എന്നെ നിന്നെ മാറോട് അണയ്ക്കണമേ, എൻ്റെ കരങ്ങളിൽ നീ പിടിക്കണമേ. മരണം വരെയും വിടല്ലേ കർത്താവേ, സ്വന്തം ഇഷ്ടത്തിന് വിടല്ലേ കർത്താവേ. എൻ്റെയുമേ, എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരുന്നു, എന്നെ കൈക്കൊള്ളണമേ. കർത്താവേ, തന്നതായ നിമിഷങ്ങൾക്കായി സ്തോത്രം, സ്വർഗീയമായ എൻ്റെ ആലോചനകൾക്കായി സ്തോത്രം. ദൈവമേ, ഞങ്ങളെല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. കാരണം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം, എല്ലാവരുടെയും മേൽ തൃക്കരം വയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ആവശ്യഭാരങ്ങളെ തൃക്കരം വയ്ക്കണമേ, ഞങ്ങളുടെ ഭാരവിഷയങ്ങളെ മേൽ തൃക്കരം വയ്ക്കണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി തരുന്നു. സർവ്വവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണപ്രിയനായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു പിതാവേ. കൃപയോടെ കേട്ട് ഉത്തരമള്ളുമാറാകണമേ. ആമേൻ.